ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം ധൃതരാഷ്ട്രോവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാഞ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ പറഞ്ഞു, അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധമാഗ്രഹിച്ചു വന്നു ചേർന്ന എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്തൊക്കെയാണ് ചെയ്തത്? സഞ്ജയനുവാച ദൃഷ്ട്വാ തു പാണ്ഡവാന്നീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അപ്പോൾ പടവെട്ടാൻ അണിനിരത്തി നിർത്തിയ പാണ്ഡവപ്പടയെ കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തുചെന്ന് ഇങ്ങനെ പറഞ്ഞു: പശ്യതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആചാര്യ, അങ്ങയുടെ ശിഷ്യനും മേധാവിയുമായ ധൃഷ്ടദ്യുമ്നൻ അണിനിരത്തി നിർത്തിയ പാണ്ഡവന്മാരുടെ ഈ പെരുമ്പടയെ ഒന്നു നോക്കുക. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുനസമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. ഇവിടെ ഭീമാർജുനന്മാർക്ക് തുല്യം യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരും വലിയ വില്ലാളി വീരന്മാരുമായ യുയുധാനൻ, വിരാടൻ, മഹാരഥനായ ദ്രുപദൻ എന്നിവരുണ്ട്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത്കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതു, ചേകിതാനൻ, വീര്യവാനായ കാശിരാജൻ, പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ എന്നിവരും ഇവിടെയുണ്ട്. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദീയശ്ച സർവേയേവ മഹാരഥ. വീരനായ യുധാമന്യുവും പരാക്രമിയായ ഉത്തമൗജസും സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും ദ്രൗപദിയുടെ പുത്രന്മാരും ഇവരെല്ലാവരും മഹാരഥന്മാരാണ്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, എന്റെ സൈന്യത്തിലെ പ്രധാനികളും വിശിഷ്ടരുമായ നായകന്മാർ ആരൊക്കെയാണെന്ന് അങ്ങറിയണം. അവരുടെ പേരുകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിധിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്യസ്തഥൈവ ച. ഭവാനും ഭീഷ്മരും കർണനും യുദ്ധത്തിൽ വിജയിക്കുന്ന കൃപാചാര്യരും അശ്വത്ഥാമാവും വികർണനും അതുപോലെ സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ്സും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അന്യേച്ച ബഹവോ ശൂരാ മദർത്ഥേ ത്യക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ. എനിക്കുവേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ മറ്റു പല ശൂരന്മാരുമുണ്ട്. പലതരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധരാണിവർ. എല്ലാവരും യുദ്ധത്തിൽ നിപുണരാണ്.